തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി തയ്യാറെടുക്കും. സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ CPM വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിൽ മൂന്നാം ഊഴത്തിനുള്ള സാഹചര്യമുണ്ട് എന്നാണ് CPM വിലയിരുത്തുന്നത്. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മമതാ ബാനർജിയോട് മൃദു സമീപനം വേണ്ട, വോട്ടർ പട്ടിക തീവ്ര പരിശോധനയെ എതിർക്കാനും കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, CPM ശുഭാപ്തി വിശ്വാസത്തിലാണ്. മൂന്നാം ഊഴം കേരളത്തിൽ CPM സർക്കാരിനുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ബംഗാളിൽ മമതാ ബാനർജിയോടുള്ള നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പം തന്നെ SIR-നെ പൂർണ്ണമായി എതിർക്കാനുള്ള തീരുമാനം, അങ്ങനെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ കൂടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടല്ലേ? അഖിൽസി, തീർച്ചയായും കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് കേന്ദ്ര കമ്മിറ്റിയിൽ സമാനമായ രീതിയിൽ ചർച്ചകൾ നടന്നത്. കേരളത്തിൽ മൂന്നാം ഊഴത്തിന് സാഹചര്യമുണ്ടെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിലെ ഒരു വിലയിരുത്തൽ. അതിനായി കേരളത്തിലെ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ച് സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ പ്രചരണമാക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതേസമയം പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണമെന്ന് ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ ശത്രുക്കളായി കാണണമെന്ന നിലപാടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ എടുത്തത്. കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെ വരാനിരിക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ CPM കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തു. ഒപ്പം കർഷകരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. കർഷക സംഘടനയെ കുറിച്ചുള്ള റിപ്പോർട്ടിന് CPM കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഡൽഹിയിൽ നടക്കുന്ന ഈ കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇന്ത്യ സഖ്യവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും മമതാ ബാനർജിയോട് ഒരു മൃദു സമീപനം വേണ്ട എന്നുള്ളൊരു നിലപാട് കൂടി ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ ഈ പൊതു രാഷ്ട്രീയ ചർച്ചയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. യുവാക്കൾക്ക് അവസരം നൽകുന്നത് ഗുണം ചെയ്യുമെന്ന് കൂടി ബംഗാൾ ഘടകം യോഗത്തിൽ പറഞ്ഞു.